വെൽക്കം ടു KMS തിരൂർ ബ്രാഞ്ച്. അപ്പോൾ ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് ഈ രണ്ട് പൾവറൈസറാണ്. അപ്പോൾ ഈ രണ്ടെണ്ണം കാണുമ്പോൾ നിങ്ങൾക്ക് സംശയം വരും, ഇതെന്താ രണ്ട് മെഷീൻ എന്നുള്ള ഒരു സംശയം നമുക്ക് എല്ലാവർക്കും സാധാരണയായിട്ട് വരും. അപ്പോൾ ഈ രണ്ടിൻ്റെയും രണ്ട് ഉപയോഗങ്ങളാണ്. രണ്ട് ഉപയോഗങ്ങൾ പൾവറൈസിങ് തന്നെ, രണ്ടും പൊടിക്കുന്ന സാധനം തന്നെ. പക്ഷേ ഈ രണ്ടിലും ഇതിൽ നടക്കുന്ന കാര്യങ്ങൾ നമുക്കിതിൽ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ എന്താ ഇപ്പോൾ അതിൻ്റെ മാറ്റങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ നമ്മളൊരു മില്ലായിട്ട് തുടങ്ങാമെന്ന് വെക്കും. ഇപ്പോൾ ഒരു ഫ്ലോർ മില്ലായിട്ട് തുടങ്ങുകയാണ്. അപ്പോൾ നമുക്ക് അവിടെ എല്ലാ പ്രൊഡക്റ്റും ചെയ്യേണ്ടി വരും. ഇപ്പോൾ മല്ലി ഉണ്ടാവും, മുളക് ഉണ്ടാവും, പിന്നെ അതുമാതിരി ധാന്യങ്ങളുണ്ടാവും. അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് മസ്റ്റായിട്ട് ഈ ഒരു മെഷീൻ തന്നെ നമ്മൾ വാങ്ങണം, ചൂസ് ചെയ്യണം. ഈ മെഷീനിലാകുമ്പോൾ നമുക്ക് ബെൽറ്റ്, പുള്ളി, 10 HP മോട്ടർ, 20 HP മോട്ടർ, എത്ര വെച്ചാലും നമുക്ക് കപ്പാസിറ്റി അനുസരിച്ച് നമ്മൾ മോട്ടർ ഫിക്സ് ചെയ്യുക. മല്ലി മുളകൊക്കെ വളരെ നൈസായിട്ട് ഈ ഒരു മെഷീനിൽ നമുക്ക് പൊടിച്ചെടുക്കാൻ പറ്റും. അതേമാതിരി ധാന്യങ്ങൾ നമുക്ക് പൊടിക്കാം. അപ്പോൾ ഈ മെഷീൻ എന്താ മാറ്റം ചോദിച്ചു കഴിഞ്ഞാൽ, ഇതിൽ നമുക്ക് മല്ലി മുളകും അല്ലാത്ത ബാക്കിയെല്ലാം, മല്ലി മുളകും അല്ലാത്ത, പ്രത്യേകം ശ്രദ്ധിക്കണേ, മല്ലി മുളകും അല്ലാത്ത ബാക്കി എല്ലാ സാധനങ്ങളും ഇതിൽ പൊടിച്ചെടുക്കാം. ഇപ്പോൾ ധാന്യങ്ങൾ, മില്ലറ്റ്സ് ഉണ്ട്, ഇപ്പോൾ ബേബി ഫുഡ്സ് ചെയ്യുന്ന ആൾക്കാർ, അപ്പോൾ അവരങ്ങനെ ചെറുതായിട്ട് ഒരു ചെറിയൊരു ബിസിനസ്, ഇപ്പോൾ കുടുംബശ്രീ പോലത്തെ യൂണിറ്റൊക്കെ തുടങ്ങിയിട്ട് അപ്പോൾ അവർ ഒരുപാട് ബിസിനസ് ചെയ്യുന്നുണ്ട്. ഈ കുട്ടികൾക്കുള്ള കായപ്പൊടി, അതുമാതിരി തന്നെ ചെറുപയർ പൊടി, അതുമാതിരി ബേബി ഫുഡ്സ്, അങ്ങനത്തെ ഒരുപാട് പ്രൊഡക്റ്റ്, നമുക്ക് മല്ലി മുളക് മസാലകൾ വരാത്ത ഒരുപാട് പ്രൊഡക്റ്റ് ഉണ്ടല്ലോ. അതൊക്കെ ചെയ്യുന്നവർക്ക് ഏറ്റവും നല്ലൊരു മെഷീനാണ് ഈ മെഷീൻ. കാരണം സിംഗിൾ ഫേസ് മതി, വീട്ടിൽ മതി, ചെറിയ യൂണിറ്റ് മതി, വളരെ സേഫ്റ്റി ആയിട്ട് ആർക്കും ഉപയോഗിക്കാൻ പറ്റുന്നൊരു മെഷീനാണ്. ഇതിൻ്റെ ഹെഡ് ഒക്കെ നമുക്ക് വരുന്നത് കണ്ടില്ലേ, വളരെ സേഫ്റ്റി ആയിട്ടുള്ളൊരു സാധനമാണ്. ഇതാകുമ്പോൾ അങ്ങനെയല്ല, ഞാൻ പറഞ്ഞില്ലേ, നമ്മളെ മില്ലൈറ്റമായിട്ട് ഞാൻ വലിയ യൂണിറ്റായിട്ടാണ് തുടങ്ങണത്, എനിക്ക് മില്ല് എല്ലാ പ്രൊഡക്റ്റും വരുന്ന ആൾക്കാർക്ക് പൊടിച്ചു കൊടുക്കണം, മല്ലി മുളകൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ മെഷീൻ എടുക്കുക. ഈ രണ്ടും തമ്മിലുള്ള മെഷീൻ, ഇതിപ്പോൾ ഒരുപാട് ആൾക്കാർക്ക് ഒരുപാട് കൺഫ്യൂഷൻ ഉണ്ട്. ഇപ്പോൾ മല്ലി മുളക് പൾവറൈസർ എന്ന് പറയുമ്പോൾ എനിക്ക് വീട്ടിൽ നിന്ന് തന്നെ എന്തുകൊണ്ട് ഇതിൽ മല്ലി മുളകും പൊടിച്ചുകൂടാ, അപ്പോൾ ഈ മെഷീൻ തന്നെ എന്തുകൊണ്ട് ചൂസ് ചെയ്യണം, എനിക്ക് ഇത്രയും പവർ കപ്പാസിറ്റി ഒന്നും വീട്ടിലില്ല, അപ്പോൾ മല്ലി മുളകൊക്കെ എന്തുകൊണ്ട് ഇതിൽ ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ ഇത് വ്യത്യാസം തന്നെയാണ്. ഇത് നമുക്ക് സിംഗിൾ സ്റ്റേജാണ് ഇതിൽ വരുന്നത്, സിംഗിൾ സ്റ്റേജാണ്. ഇതിൽ 2 സ്റ്റേജ് വരുന്നുണ്ട്. ഈ 2 സ്റ്റേജിലും പൊടിഞ്ഞിട്ടാണ് വരിക. പോരാത്തതിന് അത് മാത്രമല്ല, ഇതിൻ്റെ സ്പീഡ് ഹൈ സ്പീഡാണ്. നമുക്ക് 4000 RPM to 5000 RPM ഉണ്ട്. ഇതിൽ നമുക്ക് 2880 RPM ഉള്ളൂ. അപ്പോൾ ഇതിൽ നമുക്ക് ധാന്യങ്ങൾ, മല്ലി മുളക് അല്ലാത്ത എല്ലാ സാധനവും വളരെ നന്നായിട്ട് പൊടിച്ച്, കാരിപ്പൊടി, ഗോതമ്പ്, അതുമാതിരി തന്നെ വേറെ ധാന്യങ്ങളെല്ലാം പൊടിക്കാം. ഇതിലാകുമ്പോൾ നമുക്ക് മല്ലി മുളകും വേണം എന്നുണ്ടെങ്കിൽ ഈ ഒരു പ്രൊഡക്റ്റ് ചൂസ് ചെയ്യണം. ഇതാണ് ഈ രണ്ടും തമ്മിലുള്ള മാറ്റങ്ങൾ. ഇങ്ങനത്തെ ഒരുപാട് പ്രൊഡക്റ്റ് നമ്മളെ തിരൂർ ബ്രാഞ്ചിൽ KMSൻ്റെ ഷോറൂമിൽ വന്ന് നിങ്ങൾക്ക് കാണാൻ പരിചയപ്പെടാം. നിങ്ങൾക്ക് ഡെമോ ചെയ്യണമെങ്കിൽ സിംഗിൾ ഫേസിൻ്റെ എല്ലാ മെഷീനും നമുക്കിവിടെ ഡെമോ ചെയ്യണമെങ്കിൽ ഡെമോ ചെയ്യാം. പിന്നെ കൂടുതൽ ഡീറ്റെയിൽസ് വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ലിങ്ക് ഇതിലുണ്ടാവും. നമ്മളെ വാട്സപ്പിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ലിങ്കിലുണ്ടാവും. നമ്മളെ കോൺടാക്റ്റ് ചെയ്യുക, വിവരങ്ങളൊക്കെ ക്ലിയർ ആയിട്ട് ചോദിച്ച് മനസ്സിലാക്കുക, വന്ന് കാണുകയും ചെയ്യുക. താങ്ക് യു.